ഗൈസ്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് ആകെ തകർന്ന് ഭയങ്കര ഇതായിട്ട് നിൽക്കണം. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. സങ്കടം കൊണ്ട് മേലെ കുറേ മരങ്ങളുണ്ട്, അതൊക്കെ മുറിച്ച് മാറ്റണം. അതെ, ഞാൻ കാണിച്ചു തരാം. ഇതിലേ കൂടി ആരും നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വഴിയുണ്ട്. ഇവിടെ ആരോ നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വഴിയുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, എല്ലാം തെങ്ങുകളെല്ലാം പോയി ആകെ ഇതായിട്ട് നിൽക്കുക. കണ്ടോ, അത് ഇതാണ് ഞങ്ങൾ മുങ്ങി കുളിക്കുന്ന ഞങ്ങളുടെ കുളം. ഇതേ ഒരു ആൽത്തറ ഉണ്ടായിരുന്നു. കണ്ടോ, അതൊന്നും എനിക്ക് സൂം ചെയ്ത് കാണിക്കാം, അതൊന്നും എനിക്ക് പറ്റണില്ല. കണ്ടോ, മൊത്തം കാടായിപ്പോൾ. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടേജിലോട്ട് കയറുന്ന വഴി. എൻ്റെ പൊന്നേ, ഒരു 1.5 വഴിയാണ്. ശരി, ഈ വള്ളി കൊണ്ട് നമുക്ക് കയറാൻ പറ്റണില്ല. വേണ്ട, എൻ്റെ അമ്മ, വലിയൊരു കാട്ടിൽ. ഇത് ആമിയായിരുന്നെങ്കിൽ ഇപ്പം നന്നായിട്ട് കവർ ചെയ്തേനെ. ഞാൻ ആമി നൈറ്റും കഴിഞ്ഞ് വന്നതുകൊണ്ട് കണ്ട, ഇതാണ് ഞങ്ങളുടെ വീട്ടിലൊരു ആൽത്തറ പോലെ ഉണ്ടായിരുന്നു. ഇലഞ്ഞിയാണിത്. കണ്ട, ആൽത്തറയൊക്കെ ജീർണിച്ചത് കുളം. അതെ, ഇതാണ് വീടിൻ്റെ അരപ്രൈസ്. ഇങ്ങനെ കാണും. പിന്നെ പ്രസാദിൻ്റെ വീടിൻ്റെ മേളിൽ കയറി നിന്നാൽ എനിക്ക് എടുക്കാൻ പറ്റുമായിരിക്കും. ഇത് വേണ്ട, അങ്ങോട്ട് പോകണ്ട. ഇത് നവാസിക്കനെ കവർ ചെയ്യണം. ഇതാണ് നമ്മുടെ നവാസിക്കയുടെ ഫേസ് ഒന്ന് കാണിച്ച്. ഇത് കാണാൻ മേല, ഇലയാണ്, ഇല മാറ്റി. കണ്ട്, ഇതാണ് നവാസിക്കയുടെ. കണ്ടാൽ ഭീകരനെ പോലെ തോന്നുമെങ്കിൽ ആൾ പാവാണ്. പുള്ളി ഇതേ നമ്മുടെ കാടിനകത്തോട് വീട്ടിലോട്ട് കയറിയാണ്. കണ്ടോ, പുള്ളി അങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് പോയി. എനിക്ക് അവിടെ കയറാൻ പേടി. അതെ, കണ്ടോ. അപ്പോൾ തടി നോക്കാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞേ, നവാസിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ ഇത് കവർ ചെയ്തേ. നവാസിക്ക അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കും. വീടിൻ്റെ ഫ്രണ്ടേജ്. ഇതേ, അയ്യോ, വീഴുവാ വീണ്ട്. അല്ല, ഇത്രയും മതി. പിന്നെ വേണ്ട, തുറക്കണ്ട. മൊത്തം ഇതായിട്ട് നിൽക്കുക. വേണ്ട, തുറക്കണ്ട. നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്തോളാം. നമ്മുടെ അരപ്രൈസ് ഇതിൻ്റെയൊക്കെ ഇത് കണ്ട ആകെ മോശമായിട്ട് കിടക്കണ്ടേ. ഇതാണ് ഞങ്ങളുടെ തെക്കേ വാരം. കണ്ട, ഇത് കണ്ട, മേക്കൂര എല്ലാം പോയി ഇടിഞ്ഞ് പൊളിഞ്ഞ്. കണ്ട, ഇതാണ് അലമരത്തട്ട്. കണ്ട, മൊത്തം ഓടൊക്കെ വീണ് ആകെ നശിച്ച്. ഫോട്ടോസ് നമ്മുടെ കണിച്ചുള്ളങ്ങത്തമ്മയുടെ ഫോട്ടോ, ഗുരുദേവൻ്റെ ഒരു പ്രതിമ എല്ലാം പോയി. അല്ല, അങ്ങോട്ട് കയറാനില്ല, എനിക്ക് പേടിയാണ്. എന്താന്നാ, അതല്ല ചേരല്ല, ഇത് പോ. ഇത്രയും മതി. ഇത് കണ്ട, ഇതൊക്കെ റൂമൊക്കെ ഇതെല്ലാം പോയി. മൂർഖനുണ്ട്, മരപ്പട്ടിയുണ്ട്, ഭയങ്കര ഭീകരാണ്. എന്തൊക്കെയാണെന്ന് എന്നോട് പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അതാ പറഞ്ഞ. ഇതിനകത്ത് വഴിയുണ്ട്, ഇതിനകത്ത് ആള് കയറുന്നുമുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല. ക്ഷുദ്രജീവികൾ പോലും ഇല്ലാത്ത കാര്യം മനസ്സിലായോ? ഞാനൊന്നും കഴിച്ചിട്ടില്ല സൗചേട്ടാ. കേട്ടാ, ആളനൊക്കെ വന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം എന്തൊക്കെ സാധനം ഉണ്ടായി. നീങ്ങി നിൽക്കി. അപ്പൊ നമ്മള് മരങ്ങളൊക്കെ എന്നാണ് ഇനി മുറിക്കണത്? ഇതാണ് നവാസിക. കേട്ടാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മരങ്ങൾ എവിടെയെങ്കിലും മുറിക്കാനുണ്ടെങ്കിൽ നവാസിക്കയോട് പറഞ്ഞാൽ മതി. സകലകല വല്ലവനാണ്. പെണ്ണ് കിട്ടാനില്ലാത്തവർക്ക് പെണ്ണുങ്ങളെയും കൊടുക്കും. ബ്രോക്കറാണ്. അങ്ങോട്ട് മാറി നിൽക്കി. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. ഇങ്ങോട്ട് പോസ് ചെയ്യും. പുള്ളി ബ്രോക്കറാണ്. പിന്നെ മണ്ണ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സകലകല വല്ലവനാണ് പുള്ളി. ഒട്ടും റെസ്റ്റ് ചെയ്യാതെ ജോലി ചെയ്യുന്ന ഒരു അച്ഛനാണ്. കേട്ടാ, ഇതാണ് നമ്മുടെ നവാസിക. പിന്നെ തടി ആർക്കെങ്കിലും വിൽക്കാറുണ്ടെങ്കിൽ പുള്ളിയോട് പറഞ്ഞാൽ മതി. പിന്നെ എന്താ ബിസിനസ്? റിയൽ എസ്റ്റേറ്റ്. പിന്നെ ഇത്താ പറയണ്ടായിരുന്നല്ല, പഞ്ചായത്ത്, പിന്നെ കളക്ടറേറ്റ്. ഇത് മുഴുക്കം എല്ലായിടവും കയറി ഇറങ്ങി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. കേട്ടാ, പിന്നെ കോടീശ്വരനും കൂടിയാണ്. പക്ഷെ ഇല്ലെന്നേ പുള്ളി പറയുള്ളൂ, പിച്ചക്കാരനായിട്ട് നടക്കണം. കേട്ടാ, അപ്പൊ ഒരു ബൈ പറഞ്ഞേര്. ഒരു കൈ ഇല്ലല്ലേ? ഓക്കെ. ഒരു പട്ടിയില്ല, ഞാൻ അകത്ത് വരാൻ കയറി. അല്ല, അതിനകത്ത് കയറിയിരിക്കാൻ മച്ച് ഉണ്ടായിട്ട് വേണ്ട മരപ്പട്ടി കയറാൻ. മച്ചെല്ലാം ഓടെല്ലാം പോയി.
ഇത് ഞാൻ കളിച്ചു നടന്നല്ലേ പിന്നെ സാബു ചേട്ടാ, അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ വീഴൊന്നുമില്ല, എൻ്റെ വഴികൾ എനിക്കറിയാം. വെള്ളം എനിക്ക് കുടിക്കാൻ മേലെ, എനിക്ക് ഇച്ചിരി പിന്നെ കൊളസ്ട്രോൾ കൊണ്ടേ ഞാനൊന്നും കുടിക്കുന്നില്ല. ആ അവിടെ വെക്ക്, ഇപ്പൊ രാജൻ വരും, എനിക്ക് പൊങ്ങുതിന്നെ അവിടെ വെക്ക്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബാത്റൂം. ഇത് കണ്ട, ഇതാണ് എൻ്റെ വീട് മൊത്തം. ഇതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ എനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ആകെ നമ്മൾ ഇത് കണ്ട വാട്ടർ ടാങ്കാണിത്, വാട്ടർ ടാങ്ക് അതൊക്കെ മൊത്തം മൂടി. ഇത് കണ്ട ആകെ നമുക്കൊരു വിഷമം ആർജിക്കുന്നതാണ്. ഇതേ വീടിൻ്റെ പൂർണ്ണ രൂപം കാണിക്കാൻ സാധിക്കുന്നില്ല. അറ്റത്തുനിന്ന് ഉയർത്തത് കണ്ട മൊത്തം ഇത് ബൾബൊക്കെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടുക്കള. അടുക്കള സെപ്പറേറ്റ് ആണ്, അതിൻ്റെ മേൽക്കൂരെല്ലാം പോയി. ഈ കണ്ട നമ്മുടെ വീടിൻ്റെ കണ്ട നമ്മുടെ ഡൈനിങ് ടേബിളും അതും ഇതൊക്കെ കിടന്ന സ്ഥലമാണ്. കണ്ട അവിടെയൊക്കെ ഇപ്പം നമ്മുടെ വാതിലെല്ലാം പൊളിഞ്ഞ്, ഇനി ഒരു കാശിനും കൊള്ളിയില്ല. ഇവിടെ അരപ്പൈസ എല്ലാം പോയി, ആകെ നാശകോശായി. ഉണ്ടോ ഇതാണ് ബാത്റൂം. കണ്ട ബാത്റൂമൊക്കെ കണ്ട വാതിലെല്ലാം പോയി നശിച്ച്. ഇനി ഇതിൻ്റെ ഫ്രണ്ടേജ് കാണിച്ചത്, ഇത് ബാക്കാണ്, വീടിൻ്റെ ബാക്കാണ്. പക്ഷേ ഫ്രണ്ടേജ് കാണിക്കാൻ ഒരു മാർഗ്ഗമില്ല, മൊത്തം കാടാണ്. ഇതിലേ കൂടി ആരോ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വഴിയുണ്ട്. ഇവിടെ ആരോ നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വഴിയുണ്ട്. കണ്ടോ ഇത് കണ്ടോ, എല്ലാ തെങ്ങുകളെല്ലാം പോയി ആകെ ഇതായിട്ട് നിൽക്കുക. ഹായ് ഗൈസ്, ഇത് മാത്രമാണ് ഒരു നല്ല വീടുള്ളത്. ഇത് കണ്ട, ഇത് ഞങ്ങളുടെ അയൽപക്കത്ത് നമ്മുടെ, ഞാൻ എപ്പോഴും ലൈവിൽ പറയുന്നത് ചെല്ലമ്മ ചേച്ചിയുടെ വീടാണ്. കണ്ട നല്ല മനോഹരമായിട്ട് തെക്കോർത്ത് മൊത്തം കാടാണ് കേട്ടോ. പിന്നെ ചെടികളൊക്കെ ഇഷ്ടം പോലെ ചെടികളുണ്ട്. ആ എല്ലായിടത്തും കാടൊന്നും ഇല്ല, നിങ്ങൾ വെറുതെ പറഞ്ഞ ആവശ്യമില്ലാത്ത പണി പറയില്ല. ഇത് കണ്ട അച്ചിങ്ങയൊക്കെ വിളഞ്ഞു കിടക്കുകയാണ്. കണ്ട ഇത് കണ്ട, ഇത് ചെല്ലമ്മ ചേച്ചിയുടെ കൃഷിയാണ്. കണ്ടല്ല അച്ചിങ്ങ. കണ്ട അവരുടെ വീട് കണ്ടത്, കുളം കാണിച്ചു തരാം. കുളം നമ്മുടെ വീടാണ്, ഇപ്പോൾ ബോൾ പോലെ കിടക്കുന്നത്. കണ്ട ആമ്പൽക്കുളം. ഇതാണ് ചെല്ലമ്മ ചേച്ചി. ഹായ്, ഒരു ഹായ് പറ ചേച്ചി. ഇതാണ് നമ്മുടെ തങ്കമശി എന്ന് ഞങ്ങൾ പറയും. തങ്കമശി ഒന്ന് പോസ് ചെയ്ത് മേടിക്കുകയാണ്, സുന്ദരിയാണ്. ഹായ് പറ, ഹായ് പറ. ഇങ്ങനെയാണ് ഹായ് പറയണ്ട. ഓക്കെ. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്ന വഴി എല്ലാം എടുത്ത് കാണിച്ചു തരാം. തെങ്ങ് കയറി തേങ്ങ ഒരു ചാക്ക് അരച്ചാക്ക് കിട്ടി കേട്ടോ. എന്നാലും ആവട്ടെ, കുറേ നാളായി വന്നിട്ട്. പിന്നെ ഇവരുടെ ഞാൻ മേളിലൊന്ന് കയറിയിട്ട് വരട്ടെ. എടി പടിഞ്ഞാപ്പുറത്ത് കൂടി കയറല്ല, ഞങ്ങളുടെ വീട് കാണാൻ പറ്റുമോ? ഇങ്ങനെ കൂടി വരാൻ പറ്റിയില്ലേ? അപ്പോൾ ചെല്ലമ്മ ചേച്ചിയുടെ വീടിൻ്റെ അകം കൂടി പിന്നെ സ്റ്റെയർ കയറുമ്പം മേളിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീട് കാണാൻ പറ്റിയില്ല. ഒരു ബോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് ആമിയായിരുന്നെങ്കിൽ ഇപ്പോൾ കയറി കവർ ചെയ്തത്. എനിക്ക് അങ്ങോട്ട് കയറാൻ പേടിയാണ് ഗൈസ്. കണ്ട ഇത് കണ്ട അവരുടെ കിളിവാതിൽ കൂടി, മേളിൽ കിളിവാതിൽ കൂടി. ഇതാണ് നമ്മുടെ അപ്പുറത്തെ വീടാണ് ആ കാണുന്നത്. പിന്നെ നമ്മുടെ വീടിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫുള്ളിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ ബൈ. ഇനി പോണ വഴിയുള്ള വഴികൾ കാണിച്ചു തരാം. ഓക്കെ ബൈ. പോട്ടെ. എൻ്റെ ക്ഷേത്രം കാണിച്ചു തരാം. ഞങ്ങളുടെ ക്ഷേത്രം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്ഷേത്രം. ഇതാണ് നമ്മുടെ ക്ഷേത്രം. ഇത് കണ്ടതെന്നാലും പത്രകാളിയൊക്കെയാണ് കുടിക്കുന്നത്. ഓക്കെ. കഴിഞ്ഞ ബീച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എടുക്കാൻ മറന്നു. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ദിവസം നമ്മൾ ഇവിടെ മരം വെട്ടാൻ പോകും. ഇവിടെയൊക്കെ ഇങ്ങനെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമുക്കിനി തടി കെട്ടാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അപ്പോൾ ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പാടം നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ വീടെത്തി. ഇതുവരെ വെറുതെ എടുത്തോണ്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, വീട്ടിൽ വന്നു. ഇപ്പോൾ വന്നു നമ്മുടെ ബാ ദേ നമ്മുടെ മീയപ്പൻ വന്നു. ബാ നമ്മുടെ ടോപ്പി കുഞ്ഞി. കണ്ട ഗൈസ്, അതാ നമ്മുടെ ഡയാന നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ഡയാന വാലുവാട്ടി നിൽക്കുന്നു ഗൈസ്. കണ്ട ഡൈമ, കണ്ട അവിടെ നിന്ന് വാലാട്ടെ. മതി. ഓക്കെ. അങ്ങനെ നാം ഇതായി.